ഹേ എവരി വൺ. സോ എൻ്റെ പേര് സ്റ്റെഫി. ഞാൻ ഫൈനൽ ഇയർ ബി ഫാം സ്റ്റുഡൻ്റ് ആണ്. സോ ഇന്ന് നമ്മുടെ പാർട്ട് 3 ഓഫ് ഫാർമസി റിലേറ്റഡ് കോണ്ടൻ്റ് ആണ്. അപ്പോൾ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ, ലൈക്ക് ഇങ്ങനത്തെ ഫാർമസി മെഡിസിൻ റിലേറ്റഡ് കോണ്ടൻറ്റ്സ് ഇഷ്ടമുള്ളവർ ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. സോ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മളൊരു കോമൺ ഡ്രഗായിട്ടുള്ള ലോപ്രമൈഡിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. ലൈക്ക് എനിക്ക് തോന്നുന്നു പാരസെറ്റമോൾ പോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഡ്രഗാണ് ലോപ്രമൈഡ് എന്ന് പറയണത്. സോ അതിൻ്റെ യൂസ്, പിന്നെ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോയെന്ന്, പിന്നെ നമ്മുടെ ബോഡിയിൽ അതെങ്ങനെയാണ് വർക്ക് ചെയ്യണത്, അതുപോലെ തന്നെ അതിനെ മിസ്യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കും, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. സോ ലോപ്രമൈഡ് എന്ന് പറഞ്ഞാൽ ആൻറ്റി ഡയേറിയൽ ഡ്രഗാണ്. അതായത് വയറിളക്കത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ആ ഡ്രഗ് യൂസ് ചെയ്യണത്. പിന്നെ ഇതെങ്ങനെ നമ്മുടെ ബോഡിയിൽ നമുക്ക് ആ മെഡിസിൻ കഴിക്കുമ്പം എങ്ങനെയാണ് നമ്മുടെ വയറിളക്കം മാറുന്നത്, ആ ഒരു മെക്കാനിസം എന്താണെന്ന് ചോദിച്ചാൽ, നോർമലി നമ്മൾ ഇങ്ങനെ ഫുഡ്, അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റ് പാർട്ടിക്കിൾ, അതായത് സ്റ്റൂൾസ് നമ്മുടെ ബോഡിയിൽ മൂവ് ചെയ്യണത് പെരിസ്റ്റാലിസിസ് എന്നൊരു പ്രോസസ്സാണ്. എന്ന് വെച്ചാൽ ഈ തിരമാലകൾ ഇങ്ങനെ ഇങ്ങനത്തെ വേവ് പോലെയാണ് ഫുഡും വേസ്റ്റ് പാർട്ടിക്കിളും നമ്മുടെ ബോഡിയിൽ മൂവ് ചെയ്യണത്. അപ്പോൾ ഡയേറിയ, വയറ്റിളക്കം എന്ന് പറയുമ്പം ആ മൂവ്മെൻറ്റ് കുറച്ചും കൂടെ സ്പീഡായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള ടെൻഡൻസി. സോ നമ്മുടെ ഡ്രഗ് എടുത്തു കഴിഞ്ഞാൽ, അതായത് ലോപ്രമൈഡ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ, ഈ ലോപ്രമൈഡ് ഞാൻ പറഞ്ഞില്ലേ ഡയേറിയ, വയറിളക്കം എന്ന് പറയുമ്പം ആ ഒരു മൂവ്മെൻറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഡ്രഗ് ചെന്നിട്ട് ആ ഒരു ആക്ഷൻ, അതായത് ആ വേവ് ലൈക്ക് പ്രോസസ്സിനെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യും എന്ന് പറഞ്ഞാൽ പതുക്കെ ആക്കും. അതുപോലെ തന്നെ വേറൊരു ആക്ടിവിറ്റി എന്ന് പറയണത്, നമ്മുടെ ഈ സ്റ്റൂളിൽ ഒരുപാട് വാട്ടറി കണ്ടൻറ്റ് കാണും. ലൂസായിട്ടായിരിക്കില്ലേ നമ്മളെ സ്റ്റൂൾ ആ ടൈം ഇരിക്കുന്നത്. അപ്പോൾ ആ വാട്ടറിനെയൊക്കെ നമ്മുടെ ഈ ഇൻറ്റസ്റ്റൈൻ അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റൂളിനെ കുറച്ചും കൂടെ ഒന്ന് റിജിഡ് മീൻസ് കുറച്ചും കൂടെ ഒന്ന് കട്ടിയാക്കും. അങ്ങനെയാണ് നമ്മുടെ ഈ ഡയേറിയ, അതായത് വയറ്റിളക്കം മാറുന്നത്. സോ ഇതാണ് നമ്മുടെ ഒരു ലോപ്രമൈഡിൻ്റെ ഒരു സാധാരണ ആക്ഷൻ. പക്ഷേ ഇതല്ലാതെ ഇതിനെ ഒപ്പിയോയിഡ് ഡ്രഗ് എന്നും അറിയപ്പെടും. ഒപ്പിയോയിഡ് ഡ്രഗ് എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ പെയിനൊക്കെ മീൻസ് നമുക്ക് ഭയങ്കര പെയിനൊക്കെ ഉള്ളപ്പം കഴിച്ചാൽ പെയിൻ മാറും. പക്ഷെ ഇത് കഴിക്കാൻ പാടില്ല. ചിലവർ ഇതിനെ അങ്ങനെ മിസ്യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ പെയിൻ, ആ ഒരു റിലാക്സ്മെൻറ്റ്, നല്ലൊരു സ്ലീപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഈ ലോപ്രമൈഡ് മിസ്യൂസ് ചെയ്യണ ആൾക്കാർ. നോർമലി ഇപ്പം അറിയാതെയാണ് ഒരാളിങ്ങനെ ഒപ്പിയോയിഡ് ഡ്രഗ്, വയറിളക്കമൊന്നും ഇല്ലാതെ ഒപ്പിയോയിഡ് ഡ്രഗ് അറിയാതെ ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ നോർമലി ഉണ്ടാവണതെന്ന് പറഞ്ഞാൽ ബ്രെയിനിലോട്ട് എത്താൻ സമ്മതിക്കില്ല. ഇതിൻ്റെ ആക്ഷൻ ബ്രെയിനിലോട്ട് എത്താൻ സമ്മതിക്കില്ല. കാരണം ബ്രെയിനിലൊരു ബാരിയറുണ്ട്, ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ഒരു പ്രൊട്ടക്ഷൻ തരുന്ന ഒരു സാധനം. അത് ഈ മരുന്നിനെ അങ്ങോട്ട് അലോ ചെയ്യൂല. സോ നമുക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല. അതുപോലെ തന്നെ ബ്രെയിനിലൊരു പ്രോട്ടീൻ ഉണ്ട്, പി ഗ്ലൈക്കോ പ്രോട്ടീൻ. അതും ഈ ഡ്രഗിനെ അങ്ങോട്ട് അലോ ചെയ്യൂല. അപ്പം കാര്യമായിട്ട് വേറെ എഫക്റ്റും കാര്യങ്ങളൊന്നും വരില്ല എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ അറിയാതെ കഴിക്കുകയാണെങ്കിൽ നോർമൽ ഒരു കേസിൽ. ഇനി ഇത് മിസ്യൂസ് ചെയ്യണമെങ്കിലുള്ള സംഭവം വേറെയാണ്. അതായത് മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡ്രഗ് നേരെ ബ്രെയിനിലോട്ട് പോകും. ഈ ഒരു മെക്കാനിസം ഞാനിപ്പോൾ പറഞ്ഞ ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയറോ ഈ പ്രോട്ടീൻ്റെ മെക്കാനിസം ഒന്നും അവിടെ നടക്കില്ല. ഇത് നേരെ ബ്രെയിനിലോട്ട് പോയിട്ട് എന്ത് കോസ് ചെയ്യും, ഈ റെസ്പിറേറ്ററി റിലേറ്റഡ് പ്രോബ്ലം, അതായത് ശ്വാസം മുട്ടലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഹാർട്ട് പ്രോബ്ലം, ഹാർട്ട് റിലേറ്റഡ്, അതായത് ഹാർട്ട് അറ്റാക്ക് വരെ വരാം. സോ ഇനി നെക്സ്റ്റ് ഇതിൻ്റെ മെയിനായിട്ട് ഞാൻ പറഞ്ഞ് ഇത് ആൻറ്റി ഡയേറിയൽ ഡ്രഗാണെന്ന്, അതായത് വയറിളക്കത്തിനാണ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞ്. പിന്നെ അതുകൂടാതെ ഇൻറ്റസ്റ്റൈനൽ ബവൽ ഡിസീസ്, അതും നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ഡിസീസാണ്. അതിനെ ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്യണുണ്ട്. അതുപോലെ ഇലിയോസ്റ്റോമി, അങ്ങനത്തെ അതും ഇതേ കണക്ക് ഡൈജസ്റ്റീവ് റിലേറ്റഡ് പ്രോബ്ലമാണ്. നമ്മളെ ഇൻറ്റസ്റ്റൈനൊന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്ത സമയത്ത് പറഞ്ഞത്. ആ ഒരു കേസിലൊക്കെ നമ്മൾ ഈ കീ ഹോൾ സർജറി ചെയ്തിട്ട് ഇൻറ്റസ്റ്റൈന് നമ്മുടെ സ്കിന്നിൽ കൂടെ എന്തോ ഇങ്ങനെ പുറത്തെടുത്തിട്ട് അങ്ങനത്തെ കുറച്ച് കുറച്ച് മീൻസ് കുറച്ച് ഡേഞ്ചറസ് എന്നല്ല, കുറച്ച് അങ്ങനത്തെ ലൈക്ക് കുറച്ച് സീരിയസ് ഇഷ്യൂസ്, അങ്ങനത്തെ കൈൻഡ് ഓഫ് സാധനങ്ങൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഡ്രഗ് ഉപയോഗിക്കും. അപ്പം അതൊക്കെയാണ് ഇതിൻ്റെ ഒരു യൂസ് എന്ന്. സോ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് കമ്പയർ ടു പാർട്ട് 1 ആൻഡ് പാർട്ട് 2. ലോപ്രമൈഡ് ഈ ഒരു കുഞ്ഞ് ഇതൊക്കെ ഉള്ളൂ. അതിൻ്റെ മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറേ സിവിയർ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. അല്ലാതെ ഇത് ഒരു അത്ര അപകടകരമായ ഡ്രഗ് അല്ല. പക്ഷേ
മിസ്യൂസ് കേസാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഹാർട്ട് പ്രോബ്ലം, റെസ്പിറേറ്ററി പ്രോബ്ലം, കോൺസ്റ്റിപ്പേഷൻ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവും. സോ ഇഫ് യു ഫൗണ്ട് ദിസ് വീഡിയോ യൂസ്ഫുൾ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.